MSF തുടങ്ങിയ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ മാർച്ച് നടന്നത്. പല ഘട്ടങ്ങളിലായി എല്ലാ സംഘടനകളുടെയും പ്രതിഷേധ മാർച്ച് അങ്ങോട്ടേക്ക് എത്തുകയാണ്. പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു. പ്രവർത്തകർ ബാരിക്കേഡുകൾ തകർക്കാൻ ശ്രമിക്കുന്നു. പോലീസ് ബലം പ്രയോഗിച്ച് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിക്കുന്നു. അതിന് ഉന്തും തള്ളിലും കലാശിക്കുന്നു. പോലീസിന് ലാത്തി വീശേണ്ടി വരുന്നു. ഇതൊക്കെയാണ് ഇപ്പോൾ സെക്രട്ടറിയേറ്റിന് മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അബിൻ വർക്കി അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ സ്ഥലത്തുണ്ട്. ഇപ്പോൾ കൂടുതലായും മഹിളാ കോൺഗ്രസ് പ്രവർത്തകരെയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയുമാണ് ഇവിടെ കാണുന്നത്. പോലീസിനെതിരെയും സർക്കാരിനെതിരെയും മുദ്രാവാക്യങ്ങളുമായാണ് പ്രവർത്തകർ എത്തിയിരിക്കുന്നത്. എല്ലാ പ്രവർത്തകരും വളരെ അധികമുണ്ട്. പോലീസ് തന്നെ പണിപ്പെടുന്നുണ്ട് പ്രതിഷേധക്കാരെ തടഞ്ഞു നിർത്താൻ. ഇപ്പോൾ സെക്രട്ടേറിയറ്റിന്റെ മതിൽ ചാടിക്കിടക്കാനുള്ള ഒരു ശ്രമം എന്ന നിലയ്ക്ക് നടക്കുന്നുണ്ട്. പക്ഷേ പോലീസ് തടയുന്നു. പോലീസുമായി സർക്കാരിനോടും അല്ലെങ്കിൽ ഇവരെ സംവിധാനങ്ങളോടുമുള്ള പ്രതിഷേധം മുഴുവൻ പോലീസുകാരുടെ നേർക്കാണ് ഇപ്പോൾ പ്രവർത്തകർ തീർക്കുന്നത്. പോലീസുകാരും പ്രതിഷേധക്കാരെ തടയാനുള്ള ശ്രമവും നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് സെക്രട്ടറിയുടെ മുമ്പിലെ കാഴ്ച. യൂത്ത് കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകരാണ്. ആദ്യം MSF പ്രവർത്തകരെയാണ് സെക്രട്ടറിയേറ്റേണ്ടത്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിനെയും മഹിളാ കോൺഗ്രസിനെയും പ്രവർത്തകരാണ് നിറയെ സെക്രട്ടറിയേറ്റിന് മുന്നിലുള്ളത്. വനിതാ പോലീസുകാരുമായിട്ടും ചെറിയ തോതിൽ കേരളത്തിലേക്ക് പോകുന്നു. സെക്രട്ടറിയേറ്റിന്റെ ഇരുമ്പ് വേലിക്കെട്ട് മറികടക്കാനുള്ള ശ്രമം മഹിളാ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ വനിതാ പോലീസുകാർ തന്നെ അവരെ തടയുകയും ചെയ്യുന്നു. പോലീസുകാരുമായി വാക്കേറ്റം തള്ളും.
യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുമാണ് സെക്രട്ടറിയിലേക്കുള്ള ഈ സമരത്തിൽ അണിനിരന്നിരിക്കുന്നത്. നേരത്തെ MSFന്റെ പ്രതിഷേധമുണ്ടായിരുന്നു. ഇപ്പോൾ കൂടുതലായും മഹിളാ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് സമരരംഗത്തുള്ളത്. ബാരിക്കേഡുകൾ മറികടക്കാനുള്ള ശ്രമം പോലീസുമായി തട്ടിക്കയറുന്നു. പോലീസിന് തിരിച്ചും ചിലയിടങ്ങളിൽ ലാത്തി വീശുന്നു. അബിൻ വർഗീയപ്പോലുള്ള നേതാക്കളൊക്കെ ഈ സമരരംഗത്തുണ്ട്. സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സംസ്ഥാനത്തെ പ്രതിപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകളൊക്കെ അതിശക്തമായി സമരരംഗത്തേക്ക് വന്നിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിന്റെ ഇരുമ്പുവേലിയിൽ നിന്നാണ് പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ അമ്മ മനസ്സിൻ പ്രതിഷേധം എന്ന മുദ്രാവാക്യം വിളിയുമായാണ് മഹിളാ കോൺഗ്രസിന്റെ പ്രതിഷേധം. മറുഭാഗത്ത് യുവജനങ്ങളുടെ പ്രതിഷേധസ്ഥരുമായി യൂത്ത് കോൺഗ്രസും. സിദ്ധാർത്ഥന്റെ മരണം കേരളത്തിൽ നിന്നുള്ള വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾക്ക് കാരണമായിരുന്നു. എന്നാണ് വെറ്ററിനറി സർവകലാശാലയും ഇക്കാര്യത്തിൽ കൂടുതലൊരു നടപടികളിലേക്ക് വന്നത്. 4-അംഗ കമ്മീഷനെ നിയോഗിക്കുകയും ഡീനടക്കമുള്ളവർ ഈ അന്വേഷണ പരിധിയിൽ 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന നിർദ്ദേശം കഴിഞ്ഞ ദിവസം ഡീനിനെയും അസിസ്റ്റന്റ് വാർഡനെയും സസ്പെൻഡ് ചെയ്തിരുന്നു. വൈകിയാണ് ഈ നടപടികളൊക്കെ ഉണ്ടായത്.